എക്കോ റാംബ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. എക്കോ റാംബ്ലറിന്റെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേട്ടിലേക്കാണ്. ഞങ്ങളുടെ നാടായ കൊട്ടാരക്കരയിൽ നിന്നും രാമക്കൽമേട്ടിലേക്ക് ഏകദേശം 165 കിലോമീറ്ററാണ് ദൂരം. കോട്ടയത്ത് നിന്ന് എത്തുന്നവർക്ക് 125 കിലോമീറ്ററും എറണാകുളത്ത് നിന്ന് 150 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് 43 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് 23 കിലോമീറ്ററുമാണ് രാമക്കൽമേട്ടിലേക്കുള്ള ദൂരം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് കൊച്ചി എയർപോർട്ടാണ്. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കട്ടപ്പനയിലേക്ക് എത്തിയിരിക്കുന്നു. കട്ടപ്പനയിൽ നിന്നും ഏകദേശം 38 കിലോമീറ്റർ സഞ്ചരിച്ച് പുളിയൻമലയിലേക്കാണ് അടുത്തത് നമ്മൾക്ക് പോകേണ്ടത്. ആ തൊട്ടു മുന്നിൽ കാണുന്ന ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാൽ പുളിയൻമലയിലേക്കുള്ള റോഡിൽ എത്തിച്ചേരാം. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ തൂക്കുപാലവും കഴിഞ്ഞ് രാമക്കൽമേട് റൂട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്കോ റാംബ്ലർ ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലാണ്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത്. നിലയ്ക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണ് ഇവിടം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലവും കൂടിയാണ് രാമക്കൽമേട്. മണിക്കൂറിൽ 33 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട് ഇവിടെ. ചില അവസരങ്ങളിൽ അത് 100 കിലോമീറ്റർ വരെയും ആകാറുണ്ട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലം കൂടിയാണ് രാമക്കൽമേട്. കാണുന്നത് പോലെയല്ല, രാമക്കൽമേടിലേക്ക് കയറുക എന്നത് കുറച്ച് ടാസ്ക് ആണ്. ആദ്യം നമ്മൾ കാണുന്നത് രാമക്കൽമേട്ടിലേക്കുള്ള വഴിയിൽ ഒരു മുളങ്കൂട്ടം പൂത്ത് ഉണങ്ങിയതിന് ശേഷം അതങ്ങനെ ആ വഴിയിൽ കുറുകെ വീണിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കൂടി വേണം നമ്മൾ രാമക്കൽമേട്ടിലേക്ക് കയറാൻ. ഈ കാണുന്നതിൻ്റെ കണക്ക് മനോഹരമായ നടപ്പാതയൊന്നുമല്ല രാമക്കൽമേട്ടിലേക്കുള്ളത്. കുറച്ചുകൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് നമ്മൾക്ക് മനസ്സിലാകും. ഈ നടപ്പാതയുടെ ഇരുവശങ്ങളിലുമായി ധാരാളം മുളങ്കൂട്ടങ്ങൾ കാണാം. ഈ തൊട്ടുമുന്നിൽ കാണുന്ന അത്രയും ദുർഘടമാണ് ഇനി മുന്നോട്ടുള്ള വഴിയും. ഈ കുന്നിൻ മുകളിലേക്ക് എത്ര കഷ്ടപ്പെട്ട് കയറുന്നു അത്രയും മനോഹരമാണ് അവിടെ ചെന്നാലുള്ള കാഴ്ച. അങ്ങനെ ഏകദേശം ഞങ്ങൾ മലയുടെ പകുതിയോളം എത്തി. ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്ന ആ ഒരു കുന്നില്ലേ, അതിൻ്റെ മുകളിൽ കയറി നിന്നാലാണ് ഈ കാഴ്ചകൾ അത്രയും ഭംഗിയായിട്ട് കാണാൻ കഴിയുക. അതൊരു ടാസ്ക്കാണ്. എങ്കിൽ തന്നെയും അത്രയും മനോഹരമായ കാഴ്ചകൾ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും നടന്നു. കുന്നിൻ മുകളിൽ കാണുന്നതാണ് കുറുവൻ കുറത്തി ശില്പം. അതിശക്തമായ കാറ്റും അത്രയ്ക്ക് തന്നെ തണുപ്പുമാണ് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ആ മലയുടെ തൊട്ടപ്പുറം കാണുന്ന ആ താഴ്വാരം തേനി ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറയപ്പെടുന്നു. കാഴ്ചകൾ അതിമനോഹരമാണെങ്കിലും ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് കാണുന്നത് അത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം കൂടിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും കാറ്റാടിപ്പാടവും കാണാം. വീണ്ടും മുന്നോട്ട് നടന്ന് ആ മലയുടെ മുകളിലെത്തിയാലാണ് ബാക്കി കാഴ്ചകൾ കാണാനാകുക. ആ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അത്രയേറെ മനോഹരമാണ്, അതുപോലെ തന്നെ അപകടവുമാണ്. അതിശക്തമായ കാറ്റാണ് ആ മലയുടെ മുകളിൽ. ത്രേതാ
ത്രേതായുഗ കാലത്ത് സീതയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമൻ യാത്രാമധ്യേ ഈ മേടിലിറങ്ങിയെന്നാണ് വിശ്വാസം. ശ്രീരാമൻ്റെ പാദങ്ങൾ പതിഞ്ഞതിനാലാണ് ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്ന് പേര് വന്നതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. വേനൽക്കാലമായതിനാലാവണം കാഴ്ചകൾ അത്ര മനോഹരമായി കാണാൻ കഴിയുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അതിശക്തമായ കോടമഞ്ഞും കാറ്റുമാണ് ഇവിടെ എത്തിയാൽ അനുഭവപ്പെടുക. ഇത്രയും മനോഹരമായി കാഴ്ചകളൊന്നും കാണാൻ സാധിക്കാറില്ല. ഒടുവിൽ നടന്ന് ഞങ്ങൾ ആ മലയുടെ മുകളിലെത്തി. ആ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. അടുപ്പ് കൂട്ടിയതുപോലെ 3 പാറകളും അതിൻ്റെ മുകളിൽ ഭീമാകാരനായ ഒരു പാറയുമാണ് ആ മലയുടെ മുകളിലുള്ളത്. ആ പാറയുടെ മുകളിൽ കയറുക എന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറാൻ നിന്നില്ല. ഇതിൻ്റെ അടുപ്പുകൂട്ടിപ്പാറയുടെ അടിയിലൂടെ നടന്ന് ഈ രാമക്കൽമേടിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള എല്ലാ ദൃശ്യങ്ങളും കണ്ട് കുറേയൊക്കെ ക്യാമറയിലും പകർത്തി ഞങ്ങൾ തിരിച്ച് നടക്കാനൊരുങ്ങി. രാമക്കൽമേടിൻ്റെ മറുതലക്കിലുള്ള കുറവൻകുറത്തി സ്റ്റാച്ചു നിൽക്കുന്ന മലയുടെ മുകളിലേക്ക് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ ആളൊന്നിന് 25 രൂപയുടെ പാസ് എടുക്കണം. നേരെ മുന്നിൽ കാണുന്നതാണ് രാമക്കൽമേട്. ഇതാണ് രാമക്കൽമേടിൽ നിന്ന് കാണാൻ കഴിയുന്ന കുറവൻകുറത്തി ശില്പം. രാമക്കൽമേടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എക്കോ റാംബ്ലറിൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.